നിലാനിധി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IBPS RRB PO പ്രിലിംസിൽ ചോദിച്ച പെയർ കണ്ടുപിടിക്കാനുള്ള 2 ക്വസ്റ്റ്യനാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ വേർഡ് റെസിഡ്യുവൽ ഹൗ മെനി പെയേഴ്സ് ഓഫ് ദ ലെറ്റർ ഹാവ് സെയിം നമ്പർ ഓഫ് ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇൻ ദ വേർഡ് ആസ് ആൽഫബറ്റ്. അതായത് ഇവിടെ പറയണത് റെസിഡ്യുവൽ എന്നുള്ളൊരു വാക്ക്, ആ വാക്കിൽ എത്ര പെയേഴ്സ് ഓഫ് നമ്പർ, അതായത് നമുക്ക് പെയറായിട്ട് കിട്ടുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ, നമുക്ക് തന്ന വേർഡ് കറക്റ്റായിട്ട് എഴുതാം. അതിലെ നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ് കറക്റ്റായിട്ട് എഴുതുക, വേർഡ് ആണെങ്കിൽ വേർഡ് കറക്റ്റായിട്ട് എഴുതുക. അതിൽ സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പെയർ കണ്ടുപിടിക്കാൻ പറ്റില്ല. പെയർ തെറ്റായിപ്പോവും. നമുക്ക് സ്പെല്ലിംഗ് തെറ്റായിട്ട് എഴുതിയാൽ നമുക്ക് പെയർ അതിൽ മാച്ച് ആവില്ല. അപ്പം നമ്മൾ ആദ്യം കറക്റ്റായിട്ട് എഴുതുക. റെസിഡ്യുവൽ എന്ന് എഴുതുക RESIDUAL. ഇതാണ് നമ്മുടെ സ്പെല്ലിംഗ്. ഇവിടെ പറയണത് എന്താണ്, എത്ര പെയർ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. പെയർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 6 കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. ESIDUAL എത്ര എണ്ണം ഉണ്ട്? 6, 7 ലെറ്റർ ഉണ്ട്. 7 ലെറ്റർ ഉണ്ട്. അപ്പൊ ഈ 7 ലെറ്റർ നമ്മുടെ 6 കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ്സിലെ 7 ലെറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. അപ്പം ഞാൻ കാണിച്ചു തരുന്നത് നോക്കിക്കോളൂ. അപ്പം 6 കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും ആൽഫബറ്റ്സിൽ ഏതാണുള്ളത്? 6 കഴിഞ്ഞാൽ S. അപ്പം ഈയുടെ സ്ഥാനത്ത് നമ്മൾ S എഴുതി നോക്കണം. എസിൻ്റെ സ്ഥാനത്ത് T, RS, TU, VW, XY. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാച്ച് ആവണുണ്ടോ? ഇതിൽ S മാച്ച് ആവണില്ല. ഇതിൽ ഒരു ലെറ്ററും മേലത്തെ ഒരു ലെറ്ററുമായിട്ട് മാച്ച് ആവണില്ല. അപ്പം നമുക്ക് 6 കഴിഞ്ഞിട്ടുള്ള പെയർ, ഇത് തുടക്കമാണ്, കുറേ ഉണ്ട് ചെയ്യാൻ. 6 കഴിഞ്ഞിട്ടുള്ള ഒരു പെയറും ഇവിടെ എന്താവണില്ല, മാച്ച് ആവണില്ല. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഈ കഴിഞ്ഞിട്ടോ, ഈ കഴിഞ്ഞ FGHIJK. ഇതിലേതെങ്കിലും മാച്ച് ആവണുണ്ടോ? ഈ കഴിഞ്ഞിട്ട് എസും എഫും മാച്ച് ആവണുണ്ടോ? ജിയും ഐയും മാച്ച് ആവണുണ്ടോ? ഇല്ല. അപ്പം മേലെയുള്ളതും താഴെയുള്ളതും എന്താവണില്ല, മാച്ച് ആവണില്ല. അപ്പം നമുക്ക് അതും പെയറായിട്ട് കിട്ടില്ല. ഇത് ഫോർവേഡ് ഡയറക്ഷൻ ആട്ടോ പറയണത്. ചില ക്വസ്റ്റ്യനിൽ ഫോർവേഡ് ഡയറക്ഷൻ മാത്രമേ ചോദിക്കുള്ളൂ, ചില ക്വസ്റ്റ്യനിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും ചോദിക്കുക, ചില ക്വസ്റ്റ്യനിൽ ഫോർവേഡും ബാക്ക്വേർഡും നോക്കിയിട്ട് വേണം എഴുതേണ്ടത്. അപ്പം ഇവിടെ ഫോർവേഡും ബാക്ക്വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർവേഡിലുള്ളതാണ് നമ്മൾ ആദ്യം നോക്കണത്. അപ്പോൾ ഇത് മനസ്സിലായോ? ഈ കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? ബാക്കിയുള്ള ലെറ്റേഴ്സിൻ്റെ ആൽഫബറ്റ്സ് കറക്റ്റായിട്ട് എഴുതുക. അതിൻ്റെ മേലെയുള്ളതും നമ്മൾ എഴുതിയ ആൽഫബറ്റ്സും കറക്റ്റാണോ, മാച്ച് ആണോ എന്നുള്ളത് നോക്കുക. മാച്ച് ആണെങ്കിൽ അത് നമുക്കൊരു പെയറായിട്ട് കിട്ടും. ഇതും നമുക്ക് മാച്ച്. S കഴിഞ്ഞ അടുത്ത ലെറ്റർ TUVWX. ഇതിലേതെങ്കിലും മാച്ച് ഉണ്ടോ? ഇതും മാച്ച് ഇല്ല. അപ്പം നമുക്കും ഇതൊരു പെയറായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അടുത്തത് നോക്കാം. D കഴിഞ്ഞാലോ? D കഴിഞ്ഞ EFG. ഇതിൽ മാച്ച് ഉണ്ടോ? അതും മാച്ചില്ല. U കഴിഞ്ഞ VW. മാച്ച് ഉണ്ടോ? ഇല്ല. ഇതിലും മാച്ചില്ല. അപ്പം നമുക്കിതൊരു പെയറായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ലാസ്റ്റത്തെ എഴുതി നോക്കേണ്ട കാര്യമില്ല. A കഴിഞ്ഞ B ആണോ? അല്ല. അപ്പോൾ അത് നമുക്ക് പെയറായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ, ബാക്ക്വേർഡ് ഡയറക്ഷനിലും ഇതുപോലെ തന്നെ ബാക്കിലേക്ക് എഴുതാം. L കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ്സിലെ L കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ബാക്കിലുള്ള ബാക്കി ലെറ്റേഴ്സുമായിട്ട്
മാച്ച് ആവുകയാണെങ്കിൽ അതിനെ നമുക്കൊരു പെയറായിട്ട് എടുക്കാം. മാച്ച് ആവണില്ല എങ്കിൽ അവിടെ ഒരു പെയറുമില്ല. എല്ല് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ഏതാ? എല്ല് കഴിഞ്ഞാൽ എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്. ഇതിലേതെങ്കിലും ഒന്ന് ഈ മേലെയായിട്ടോ താഴെയായിട്ടോ മാച്ച് ആവണുണ്ടോ? ഏതെങ്കിലും ഒന്ന് മാച്ച് ആവണുണ്ടോ? ഇല്ല. അപ്പം നമുക്കവിടെ പെയറില്ല. നെക്സ്റ്റ് എ കഴിഞ്ഞിട്ടോ ബി, സി, ഡി, ഇ, എഫ്, ജി. ഇതിൽ മാച്ച് ഉണ്ടോ? അതും മാച്ചില്ല, പെയറില്ല. യു. നെക്സ്റ്റ് യു. യു കഴിഞ്ഞാൽ യു, വി, ഡബ്ല്യു, എക്സ്, വൈ, സെറ്റ്. ഇതിലും നമുക്ക് മാച്ച് ഇല്ല. നെക്സ്റ്റോ ഡി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ മാച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡി. ഡി കഴിഞ്ഞാൽ ഇ, എഫ്, ജി, എച്ച്. മാച്ച് ഉണ്ടോ? ഇല്ല. നമുക്കിതും മാറ്റാം. അപ്പം അവിടെ പെയറില്ല എന്നാണ് ഈ പറയണത്. മാച്ച് ഉണ്ടെങ്കിൽ നമ്മളൊരു പെയർ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് മാച്ച് ഇല്ലല്ലോ, അപ്പം മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഐ. ഐ കഴിഞ്ഞ് ജെ, കെ, എൽ. മാച്ച് ഉണ്ടോ? ഇല്ല. എസ്. എസ് കഴിഞ്ഞ ഇത് എഴുതണോ? ടി, യു. മാച്ച് ഉണ്ടോ? ഇത് യു ആണ് കേട്ടോ. യു മാച്ച് ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അതും പറ്റില്ല. അടുത്തതോ? അടുത്തത് ഇ ആണ്. ഇ കഴിഞ്ഞാൽ എഫ്. എഫ് ആയിട്ട് ഒരു മാച്ചും ഇല്ല ആറിന്. അപ്പം നമുക്കിവിടെ പെയറൊന്നും ഇല്ല. ആർക്കും ആരും പെയറില്ല, എല്ലാവരും ഒറ്റയ്ക്കാണ് ഉള്ളത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യനിലെ വേർഡ് ആദ്യം എഴുതുക. വേർഡ് ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും അതുപോലെ എഴുതാം. എന്നിട്ട് വേർഡാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ശരിക്കും ആൽഫബറ്റ്സിലുള്ള ലെറ്റേഴ്സും തന്നിരിക്കുന്ന ലെറ്റേഴ്സുമായിട്ട് മാച്ച് ഉണ്ടോ എന്ന് നോക്കാം. മാച്ച് ഉണ്ട് എങ്കിൽ അതെന്താണ്? പെയറാണ്. അപ്പം നമുക്കതൊരു പെയറായിട്ട് കണക്കാക്കാം. ഏതെങ്കിലും ഒരു നമ്പർ മാച്ച് ആവുകയാണെങ്കിൽ അത് ഒന്നാമത്തെ പെയർ, പിന്നത്തെ നമ്പർ മാച്ച് ആവുകയാണെങ്കിൽ രണ്ടാമത്തെ പെയർ. അങ്ങനെ നമുക്ക് മാച്ച് ആക്കിയിട്ട് എഴുതാം. ഇനി ലെറ്റേഴ്സ് തമ്മിൽ ഒരു മാച്ചും ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? പെയറില്ല. എല്ലാവരും ഒറ്റയ്ക്കാണുള്ളത്, ആർക്കും ആരും പെയറില്ല. അപ്പം ഇവിടുത്തെ പെയർ എത്ര ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ഒരു പെയറും നമുക്കില്ല. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഓപ്ഷൻ ഇ. നമുക്ക് ഒരു പെയറും ഇല്ല. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്തൊരു വേർഡിലേക്ക് പോവാം. അടുത്തൊരു വേർഡ് ഏതാണ്? കൈൻഡ്നെസ്. കൈൻഡ്നെസ് സ്പെല്ലിംഗ് എന്താ? KINDNESS. കൈൻഡ്നെസ്. ഈ കൈൻഡ്നെസ് എന്നുള്ള വേർഡ്, ആ വേർഡിൽ നമുക്ക് എത്ര പെയർ ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ കെ ആണ്. ഫസ്റ്റ് ലെറ്റർ തൊട്ട് വേണം നമ്മൾ പെയറിനെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇവിടെ കെ ആണ്. അപ്പോൾ കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റേഴ്സ്, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അടുത്ത ലെറ്റേഴ്സ് നമ്മുടെ ആൽഫബറ്റ്സിൽ തന്നിട്ടുള്ള ലെറ്റേഴ്സിൽ ഏതെങ്കിലുമായിട്ട് മാച്ച് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പെയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. കെ കഴിഞ്ഞു. കെ കഴിഞ്ഞിട്ട് കെ ആണ് നമ്മൾ തുടക്കം. അപ്പോൾ കെ കഴിഞ്ഞിട്ട് ഏതാണ് ആൽഫബറ്റ്സിലെ നമ്പർ? ഏതാ? കെ കഴിഞ്ഞാൽ LMNOPQR. ഏതെങ്കിലും മാച്ച് ഉണ്ടോ?
കെ കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സും കെ കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ്സിലെ ഏതെങ്കിലും ഒരു നമ്പറായിട്ട് മേലത്തെ ഏതെങ്കിലും ഒരു ലെറ്ററായിട്ട് മേലത്തെ ലെറ്റർ മാച്ച് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അവിടെ പെയറില്ല. അടുത്ത ലെറ്റർ ഐ കഴിഞ്ഞിട്ട് എങ്ങനെയാ? ഐ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് ജെ, കെ, എൽ, എം, എൻ, ഒ. ഇതിലേതെങ്കിലും മാച്ച് ഉണ്ടോ? ഇല്ല. ഇതിലും മാച്ച് ഇല്ല. നമ്മൾ എടുക്കണ ലെറ്ററിൻ്റെ തൊട്ടടുത്ത ലെറ്റർ തൊട്ടാണ് നമ്മൾ എഴുതാൻ തുടങ്ങുക. അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം കെ എടുത്തപ്പോൾ കെയുടെ നെക്സ്റ്റ് ലെറ്റർ മാച്ച് ഉണ്ടോ എന്ന് എവിടെ നോക്കുക? ഐ വെച്ചിട്ടാണ് നോക്കുക. ഐയുടെ ലെറ്റർ എടുത്ത് ഐ എടുക്കുകയാണെങ്കിൽ ഐയുടെ ലെറ്റർ മാച്ച് ഉണ്ടോ എന്നുള്ളത് എന്നിൽ വെച്ച് നോക്കും. എൻ എടുക്കുകയാണെങ്കിൽ എന്നിൻ്റെ ലെറ്റർ മാച്ച് ഉണ്ടോ എന്നുള്ളത് ഡിയിൽ വെച്ച് നോക്കും. അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഇത് 2-3 പ്രാവശ്യം എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ ലെറ്ററിൽ അല്ലെങ്കിൽ ആ വേർഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വേഗമായിട്ട് നോക്കാൻ പറ്റും. ഇനി അടുത്തത് എൻ ലെറ്റർ ആവുമ്പോൾ എൻ കഴിഞ്ഞാൽ എന്താണ്? ഒ, പി, ക്യു, ആർ, എസ്. മാച്ച് ഉണ്ടോ? മാച്ച് ഉണ്ട്. ഇവിടെ എസ് മാച്ച് ഉണ്ട്. കണ്ടോ? ഈ 2 എസ് ആയിട്ട് മാച്ച് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ഒന്നാമത്തെ പെയർ കിട്ടി. ഇതിലേതോ ഞാൻ പറഞ്ഞില്ലേ, താഴത്ത് നമ്മൾ ആൽഫബറ്റ്സിലെ ലെറ്റേഴ്സിൽ ഏതോ ഒരു ലെറ്റർ മേലത്തെ ലെറ്ററായിട്ട് മാച്ച് ഉണ്ട്. അപ്പോൾ ഇതാ നമുക്ക് എസ് മാച്ചായിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് ഇവിടെ എന്താണ്? ഒരു പെയർ കിട്ടി. ഓക്കെ. അടുത്ത ലെറ്റർ ഡി. ഡി കഴിഞ്ഞാൽ ഇ, എഫ്, ജി, എച്ച്. മാച്ച് ഉണ്ടോ? ഇല്ല. അടുത്ത ലെറ്റർ എൻ കഴിഞ്ഞാൽ ഒ, പി, ക്യു. മാച്ച് ഉണ്ടോ? ഇല്ല. അടുത്ത ലെറ്റർ ഇ കഴിഞ്ഞാൽ എഫ്, ജി. മാച്ച് ഉണ്ടോ? ഇല്ല. അടുത്ത ലെറ്റർ എസ് കഴിഞ്ഞാൽ എന്താണ്? ടി. മാച്ച് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഫോർവേഡിൽ പെയർ എന്ന് പറയണത് ആകെ ഒരെണ്ണമാണ് ഉള്ളത്. ഫോർവേഡ് പെയർ 1. ഓക്കെ അല്ലേ? ഇനി ബാക്ക്വേർഡ് പെയർ എത്രയുണ്ട് നോക്കാം. ബാക്ക്വേർഡ് പെയർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതുപോലെ തന്നെ എസ് വെച്ച് തുടങ്ങണം. ബാക്ക്വേർഡ് എന്ന് പറയുന്നതും എങ്ങനെയാണ്? ലാസ്റ്റ് ലെറ്റർ ഏതാണോ അത് വെച്ചിട്ട് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ എസ് ആണെങ്കിൽ എസ് കഴിഞ്ഞിട്ടുള്ള ബാക്ക്വേർഡിലേക്ക് ലെറ്റേഴ്സ് പോകണ്ട. ബാക്ക്വേർഡിലേക്ക് ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് എഴുതാനല്ല, നമുക്ക് തന്ന വേർഡിൽ ലാസ്റ്റ് ലെറ്റർ തൊട്ടിട്ട് ഫ്രണ്ട് ലെറ്ററിലേക്ക് വരെ എത്തണം. അതായത് എസ് തൊട്ട് കെ വരെ. പക്ഷെ ആൽഫബറ്റ്സ് ലെറ്റർ ഒന്നായിരിക്കും. അപ്പം എസ് എടുക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് എങ്ങനെ എഴുതാം? ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. മാച്ച് ഉണ്ടോ? ഇല്ല. അടുത്ത എസ് എടുക്കുകയാണെങ്കിലോ ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ. മാച്ച് ഉണ്ടോ? ഇല്ല. ഇ എടുക്കുകയാണെങ്കിൽ എഫ്, ജി, എച്ച്, ഐ, ജെ. മാച്ച് ഉണ്ടോ? ഉണ്ട്. ഇതാ ഇവിടെ ഒരു ഐ ഉണ്ട്, കറക്റ്റ് സ്ഥാനത്ത് ഇവിടെയും ഒരു ഐ ഉണ്ട്. അപ്പം നമുക്ക് രണ്ടാമത്തെ പെയർ കിട്ടി. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് രണ്ടാമത്തെ പെയർ കിട്ടിയതണ്ട ഐ വെച്ച് മേലത്തെ കൈൻഡ്നെസ്സിലുള്ള ഐയും ഉണ്ട്. ആൽഫബറ്റ്സിൽ എഴുതി വന്നപ്പോൾ നമുക്ക് ബാക്ക് പെയറിൽ എന്തുണ്ട്? ഒരു ഐ കിട്ടി. ഓക്കെ അല്ലേ? 2 പെയർ കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ലെറ്റർ എൻ കഴിഞ്ഞാൽ ഒ, പി, ക്യു, ആർ. മാച്ച് ഉണ്ടോ? ഇല്ല. ഡി കഴിഞ്ഞാൽ ഇ, എഫ്, ജി. മാച്ച് ഉണ്ടോ? ഇല്ല. എൻ കഴിഞ്ഞാൽ ഒ, പി. ഐ കഴിഞ്ഞാൽ ജെ. മാച്ച് ഉണ്ടോ?
ഇല്ല. അപ്പം നമുക്ക് ബാക്ക്വേർഡിൽ ആകെ ഒരു പെയറേ കിട്ടിയിട്ടുള്ളൂ, ഫോർവേഡിലും ഒരു പെയർ. അപ്പം മൊത്തം 2 പെയറുണ്ട്. അപ്പോൾ കൈൻഡ്നെസ് എന്നുള്ള വേർഡിൽ നമുക്ക് എത്ര പെയറുണ്ട്? ടോട്ടൽ 2 പെയറുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് പിന്നെ എഴുതേണ്ട കാര്യം വരില്ല. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ലെറ്റേഴ്സ് പെട്ടെന്ന് മനസ്സിൽ ആൽഫബറ്റ്സ് അടുത്ത ലെറ്റർ ഏതാണെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് നമുക്ക് തന്ന ലെറ്റേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെയറുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഇങ്ങനെയൊന്നും എഴുതാനുള്ള സമയമൊന്നും എക്സാമിന് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഇങ്ങനെ എഴുതി നോക്കുക. അപ്പോഴാണ് നമുക്ക് ആൽഫബറ്റ്സ് നല്ല തറവായിട്ട് അറിയാൻ പറ്റുള്ളൂ, ബാക്ക്വേർഡിലേക്കാണെങ്കിലും ഫോർവേഡിലേക്കാണെങ്കിലും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇനി അടുത്ത വീഡിയോ ഇടാൻ എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും കമൻറ്റിൽ അതറിയിക്കുക. ഓക്കെ, താങ്ക് യു.